കഥയെ ആരംഭിക്കുന്നത് 12 വയസ്സുകാരൻ മൈക്കിൾ ഷോവിനെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. കരാട്ടയിലെ ഒരു പ്രോഡിജിയായിരുന്നു അവൻ. അത്രമേൽ കഴിവുള്ള ചെറിയ പയ്യൻ. അന്ന് കരാട്ടെ ഡോജോയിൽ ട്രെയിൻ ചെയ്തിരുന്ന അവന് അവന്റെ ബ്രൗൺ ബെൽറ്റ് കിട്ടുകയായിരുന്നു. ആ ചെറുപ്രായത്തിലെ മൈക്കിളിന്റെ ആ അച്ചീവ്മെന്റ് അവന്റെ പാരന്റ്സിനേറെ സന്തോഷിപ്പിക്കുന്നുണ്ട്. അന്നവന്റെ പാരന്റ്സും അവിടെ ഉണ്ടായിരുന്നു. അന്ന് ഡോജോയിൽ നിന്ന് തിരികെ മടങ്ങുമ്പോ പക്ഷേ ഒരു അപകടം സംഭവിച്ചു. ആയുധമേന്തിയ രണ്ടുപേർ കാർ ജാക്കിങ്ങിനെത്തി. കാര്യം മനസ്സിലാക്കിയ മൈക്കിളിന്റെ അച്ഛൻ മൈക്കിളിനോട് സീറ്റിന് പിന്നിൽ ഒളിച്ചോളൂ എന്ന് പറഞ്ഞിരുന്നു. മൈക്കിൾ അത്തരത്തിൽ പ്രവർത്തിച്ചു. എന്തു വന്നാലും പുറത്തിറങ്ങരുത് എന്നുകൂടി അച്ഛൻ പറഞ്ഞത് മൈക്കിൾ അക്ഷരം പ്രതി അനുസരിച്ചു. കാർ ജാക്കിങ്ങിനെത്തിയ ആയുധമേന്തിയ രണ്ടുപേരിൽ ഒരാൾ മൈക്കിളിന്റെ പാരന്റ്സിനെ വെടിവെച്ച് കൊലപ്പെടുത്തി. മറഞ്ഞിരുന്ന മൈക്കിൾ തന്റെ കൺമുമ്പിൽ ആ കാഴ്ച കണ്ടിരുന്നു. പക്ഷെ അവൻ അലറി വിളിച്ചില്ല, ഒച്ചയുണ്ടാക്കിയില്ല. കാറുമെടുത്ത് പാരന്റ്സിനെ കൊന്നവൻ മുമ്പോട്ട് പോവാൻ ആരംഭിച്ചു. മൈക്കിൾ മറഞ്ഞിരുന്നു. ഇതിനിടയിൽ കാറിൽ മൈക്കിളുണ്ട് എന്നറിയാത്ത ആ വ്യക്തിയാകട്ടെ തന്റെ മാസ്ക് ഊരി മാറ്റിയിരുന്നു. അയാളുടെ കഴുത്തിന് പിന്നിലായി കുത്തിയിരുന്ന ടാറ്റു മൈക്കിൾ ശ്രദ്ധിച്ചു. ഒടുവിൽ കാറ് ഹൈജാക്ക് ചെയ്തവരുടെ ലക്ഷ്യസ്ഥാനത്തെത്തി. ഈ തക്കത്തിന് ഒരവസരം കിട്ടിയപ്പോ മൈക്കിൾ അവിടെ നിന്ന് ഓടി പുറത്തു കിടക്കുകയാണ്. വർഷങ്ങൾക്കിപ്പുറം മൈക്കിൾ പ്രശ്നക്കാരനായ ഒരു കൗമാരപ്രായക്കാരനായി വളർന്നിരുന്നു. പാരന്റ്സിന്റെ മരണശേഷം മുത്തശ്ശനൊപ്പമായിരുന്നു മൈക്കിളിന്റെ ജീവിതം. കൂട്ടുകാരോടൊപ്പം ചേർന്ന് ചെറിയ മയക്കുമരുന്ന് വിതരണവും മറ്റും മൈക്കിളിനുണ്ടായിരുന്നു. ഒരു രാത്രിയിൽ ഒരു പാർട്ടിയിൽ തന്റെ ബിസിനസ് ഇടപാടുകളും പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടിരുന്ന മൈക്കിൾ ഒരു പ്രശ്നത്തിൽപ്പെട്ടു. പോലീസിനാൽ പിടിക്കപ്പെട്ടു. ലെൻ റെയ്ലി എന്ന ഡിറ്റക്റ്റീവായിരുന്നു മൈക്കിളിനെ അന്ന് അറസ്റ്റ് ചെയ്തത്. ഭാഗ്യവശാൽ ഡെൻ റെയ്ലി മൈക്കിളിന്റെ മുത്തശ്ശന്റെ കൂട്ടുകാരനായിരുന്നു. അയാൾ മൈക്കിളിനെ മുത്തശ്ശന്റെ അടുത്തെത്തി. മൈക്കിളിന് താൻ കൊടുക്കുന്ന അവസാന അവസരമാണിതെന്നും ഇനിയും ഇതിങ്ങനെ തുടർന്നാൽ ശരിയാവില്ല എന്നും ഡെൻ റെയ്ലി ഓർമ്മപ്പെടുത്തി. മോറിസ് എന്നായിരുന്നു മൈക്കിളിന്റെ ഗ്രാൻഡ് ഫാദറിന്റെ പേര്. ആ ഒരു അവസ്ഥയിൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹത്തിന് ഒരു എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. മൈക്കിൾ ഒന്നും അനുസരിക്കുന്നുമില്ല. അടുത്ത ദിവസം പ്രിൻസിപ്പൽ ഓഫീസിലേക്ക് മൈക്കിൾ വിളിപ്പിക്കപ്പെട്ടു. മൈക്കിൾ അങ്ങോട്ടേക്ക് എത്തുമ്പോ അവിടെ മുത്തശ്ശൻ മോറിസും ഉണ്ടായിരുന്നു. തലേ ദിവസത്തെ മയക്കുമരുന്ന് പാർട്ടിയുടെ വീഡിയോ ദൃശ്യങ്ങൾ കിട്ടിയ പ്രിൻസിപ്പൽ അത് മൈക്കിളിന് മുമ്പിൽ പ്ലേ ചെയ്തു. മൈക്കിളിനെ സ്കൂളിൽ നിന്ന് പുറത്താക്കും എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ അതിനുള്ള ശിക്ഷ മൈക്കിൾ ഏറ്റുവാങ്ങണമെന്നും കമ്മ്യൂണിറ്റി സർവീസിനായി പോകണം എന്നും പ്രിൻസിപ്പൽ ആവശ്യപ്പെട്ടു. മനസ്സില്ലാ മനസ്സോടെ സ്കൂളിൽ നിന്ന് പുറത്താവാതിരിക്കാൻ മൈക്കിൾ കമ്മ്യൂണിറ്റി സർവീസിന് സമ്മതിക്കുകയാണ്. മൈക്കിളിന് കമ്മ്യൂണിറ്റി സർവീസ് നൽകപ്പെട്ടത് ഒരു കരാട്ടെ ഡോജോയിലായിരുന്നു. ആ ഡോജോ നടത്തുന്നതാകട്ടെ മരിച്ചുപോയ മൈക്കിളിന്റെ അച്ഛന്റെ സുഹൃത്തുമാണ്. റെജ്ജി എന്നായിരുന്നു അയാളുടെ പേര്. മൈക്കിൾ യാത്ര ചെയ്തന്ന് ആ ഡോജോയിലേക്ക് എത്തി. നിലവിൽ റെജ്ജിയുടെ ഡോജോയിലെത്തിയ മൈക്കിളിന് ആകെ വേണ്ടിയിരുന്നത് എങ്ങനെയും അവിടുത്തെ സർവീസ് തീർത്ത് എങ്ങനെയും പുറത്തു കടക്കണം എന്നത് മാത്രമായിരുന്നു. റെജ്ജി മൈക്കിളിന് മൈക്കിൾ ചെയ്യേണ്ടുന്ന ജോലികൾ വിശദീകരിച്ചു. ബാത്റൂം ക്ലീനിംഗ് മുതൽ ഡോജോ ക്ലീനിംഗ് മുതൽ മറ്റു പല കാര്യങ്ങൾ വരെ അതിൽ അടങ്ങിയിരുന്നു. മൈക്കിൾ അങ്ങനെ ഡോജോ ക്ലീനിംഗ് ആരംഭിച്ചു. ക്ലീനിംഗ് ഒക്കെ കഴിഞ്ഞ് റെജിയുടെ റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി കയറിയപ്പോ അവിടെ തന്റെ അച്ഛനൊപ്പമുള്ള ഒരു ഫോട്ടോ റെജി സൂക്ഷിക്കുന്നത് മൈക്കിൾ കണ്ടു. മൈക്കിൾ അങ്ങനെ തന്റെ കമ്മ്യൂണിറ്റി സർവീസിന് തുടക്കം കുറിച്ചു. എല്ലാ ദിവസവും ക്ലാസ് കഴിയുമ്പോൾ മൈക്കിൾ നേരെ ഡോജോയിലെത്തും. ഡോജോ ക്ലീനിങ്ങും തന്റെ സർവീസുകളും നടത്തും. ഒരു ദിവസം മൈക്കിൾ അങ്ങനെ ക്ലീൻ ചെയ്തിരിക്കെ കുട്ടികളുടെ കരാട്ടെ ക്ലാസ് നടക്കുകയായിരുന്നു. റെജിയും അവിടെ ഉണ്ടായിരുന്നു. അതിൽ ഒരു ചെറിയ പയ്യൻ ഒരു കരാട്ടെ സ്ട്രോക്ക് ശരിയായ രീതിയിലായിരുന്നില്ല ചെയ്തുകൊണ്ടിരുന്നത്. വളരെ പെട്ടെന്ന് മൈക്കിൾ ആ പയ്യന്റെ അടുത്തെത്തി എങ്ങനെയാണ് യഥാർത്ഥത്തിലുള്ള ടെക്നിക് എന്നവന് കാണിച്ചു കൊടുത്തു. റെജി അത് നോക്കിക്കാണുന്നുണ്ട്. അന്ന് മൈക്കിൾ പോവാൻ നേരം റെജി മൈക്കിളിനോട് സംസാരിച്ചു. ഡോജോയിൽ തന്റെ കീഴിൽ ട്രെയിൻ ചെയ്യാനും അവിടുത്തെ കുട്ടികൾക്ക് ട്രെയിനിങ് പറഞ്ഞു കൊടുക്കാനും അതൊരു പാർട്ട് ടൈം ജോലിയായി ചെയ്യാനും റെജി മൈക്കിളിനോട് പറഞ്ഞു. നിനക്ക് സമ്മതമാണോ എന്ന് ചോദിക്കുകയും ചെയ്തു. മൈക്കിളിന് ആദ്യം അതിൽ വലിയ താല്പര്യമൊന്നും തോന്നിയില്ല. പക്ഷേ എന്നിരുന്നാലും തന്റെ പഴയ കരാട്ടയോടുള്ള ഇഷ്ടം അവന്റെ ഉള്ളിൽ വളർന്നു വരുന്നുണ്ടായിരുന്നു. തനിച്ച് കിട്ടുന്ന സമയങ്ങളിൽ കരാട്ടെ ഡോജോയിൽ അവൻ തനിച്ച് ട്രെയിൻ ചെയ്യും. അങ്ങനെ ഒരു ദിവസം മൈക്കിൾ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കെ അങ്ങോട്ടേക്ക് റെജിയുടെ നീസ് കടന്നു വന്നു. ജെൻ എന്നായിരുന്നു അവളുടെ പേര്. മൈക്കിളും ജെന്നും പരസ്പരം നോക്കിക്കണ്ടു. ആദ്യ കാഴ്ചയിൽ തന്നെ അവർക്കിടയിൽ ചെറിയൊരു ഇഷ്ടം രൂപപ്പെടുന്നുണ്ട്. ഒരു പ്രണയ താല്പര്യം. തന്റെ അങ്കിളായ റെജിയെ കാണാനായിരുന്നു ജെൻ എത്തിയത്. പക്ഷേ റെജി അവിടില്ല എന്ന കാര്യം മൈക്കിൾ അറിയിച്ചപ്പോ ജെൻ മൈക്കിളിനോട് സംസാരിച്ചു. അടുത്തായി നടക്കുന്ന MMA ഫൈറ്റ് കാണാൻ എന്റെ കൂടെ വരുന്നോ എന്നവൾ അവനോട് തിരക്കി. മൈക്കിൾ സന്തോഷത്തോടെ റെജിയുടെ ഇൻവിറ്റേഷൻ അക്സെപ്റ്റ് ചെയ്തു. പോവുമ്പോ അവൾ പറഞ്ഞു, ഇത്
അങ്കിളിനോട് പറയരുത്. MMA ഫൈറ്റുകൾ അങ്കിളിന് ഇഷ്ടമല്ല, പക്ഷേ ഞാനൊരു ഫാനാണ്. അങ്ങനെ അണ്ടർഗ്രൗണ്ട് MMA ഫൈറ്റിംഗ് നടക്കുന്നിടത്തേക്ക് മൈക്കിളും ജെന്നും എത്തിച്ചേരുകയാണ്. ഏറെ സന്തോഷത്തോടെ അവർ ഫൈറ്റ് കണ്ടു. ആ സമയത്താണ് മൈക്കിൾ ഒന്ന് ശ്രദ്ധിക്കുന്നത്. അറീനയിലുള്ള പ്രധാന ഫൈറ്ററായ ഒരു വ്യക്തിയുടെ കഴുത്തിന് പിന്നിൽ ടാറ്റൂസ് ഉണ്ട്. പണ്ട് അവന്റെ അച്ഛനെയും അമ്മയെയും കൊന്ന് കാറ് മോഷ്ടിച്ച അതേ വ്യക്തിയുടെ കഴുത്തിന് പിന്നിലുണ്ടായ ടാറ്റൂസ്. ഡൊമിനിക് ഗ്രേ എന്നായിരുന്നു അയാളുടെ പേര്. അയാളാണ് തന്റെ അച്ഛനെ കൊന്നത്, അമ്മയെ കൊന്നത് എന്ന് ആ നിമിഷം മൈക്കിൾ മനസ്സിലാക്കി. അവന് രോഷവും ദേഷ്യവും ആളിക്കത്താൻ തുടങ്ങി. മൈക്കിൾ വേഗം അവിടെ നിന്നിറങ്ങിപ്പോന്നു. ഇതേ സമയം ഡൊമിനിക് ഗ്രേ ആകട്ടെ തന്റെ എതിരാളിയെ വലിയ തോതിൽ മർദ്ദിക്കുകയായിരുന്നു. മൈക്കിൾ നേരെ പോയത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. താൻ മനസ്സിലാക്കിയ കാര്യങ്ങളും ഡൊമിനിക് ഗ്രേയെ പറ്റിയും അവരാണ് തന്റെ പാരന്റ്സിന്റെ കൊലപാതകികൾ എന്നും അവൻ പോലീസിനോട് റിപ്പോർട്ട് ചെയ്തു. പക്ഷേ കൃത്യമായ മറ്റ് തെളിവുകളില്ലാതെ ആക്ഷൻ ഒന്നും എടുക്കാൻ പറ്റില്ല എന്നായിരുന്നു പോലീസിൽ നിന്ന് പറഞ്ഞത്. മൈക്കിൾ വല്ലാതെ നിരാശനാകുന്നുണ്ട്. അവൻ നേരെ ഡോജോയിൽ പോയി തന്റെ ദേഷ്യവും ഫ്രസ്ട്രേഷനും മുഴുവനും പ്രാക്ടീസിലൂടെ പുറത്തു കളയാൻ ശ്രമിച്ചു. മൈക്കിളിന്റെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് റെജി നോക്കിക്കണ്ടിരുന്നു. എന്ത് സാഹചര്യം ഉണ്ടായാലും നിന്റെയുള്ളിലെ സംയമനം കൈവിടരുത് എന്നു റെജി അവനെ ഉപദേശിച്ചു. അടുത്ത ദിവസം MMA ഫൈറ്റിംഗ് നടക്കുന്ന അറീനയുടെ അടുത്തേക്ക് മൈക്കിൾ എത്തിച്ചേരുകയാണ്. MMA ഫൈറ്റിൽ ചേർന്ന് ഡൊമിനിക് ഗ്രേയെ എതിരിടാൻ മൈക്കിൾ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ മൈക്കിളിന്റെ ആഗ്രഹം അവിടുണ്ടായിരുന്ന ഒരു ഫൈറ്റ് പ്രൊമോട്ടർ അപ്പോൾ തന്നെ തള്ളിക്കളയുകയാണ്. മൈക്കിളിനെ ഒന്നും പങ്കെടുപ്പിക്കാൻ പറ്റില്ല എന്നായിരുന്നു അയാൾ പറഞ്ഞത്. കാഴ്ചയ്ക്ക് മൈക്കിൾ ഒരുപാട് വലിയൊരാളൊന്നുമല്ലല്ലോ, ഒരു പയ്യനാണ്. അതുകൊണ്ടായിരുന്നു അത്. ലൂ എന്നായിരുന്നു ആ പ്രൊമോട്ടറുടെ പേര്. അങ്ങനെ ഫൈറ്റിലും രജിസ്റ്റർ ചെയ്യാൻ പറ്റാതായതോടെ നേരിട്ട് ഡൊമിനിക് ഗ്രേയെ വകവരുത്താൻ മൈക്കിൾ തീരുമാനിച്ചു. ഡൊമിനിക് പോകുമോ കാറെടുത്ത് ഒരു തോക്കുമായി ഡൊമിനിക് ഗ്രേയെ മൈക്കിൾ പിന്തുടർന്നു. മതിൽ ചാടി അയാളുടെ വീടിന്റെ റൂമിന്റെ വെളിയിൽ വരെ എത്തി. മൈക്കിൾ ഷൂട്ട് ചെയ്യാൻ ഒരുങ്ങി. പക്ഷേ അപ്പോഴായിരുന്നു ഡൊമിനിക്കിന്റെ മുറിയിലേക്ക് ഒരു സ്ത്രീ കയറി വന്നത്. അതോടെ ഡൊമിനിക്കിനെ വെടിവെച്ചു കൊല്ലാൻ പറ്റാതെ മൈക്കിൾ തിരികെ പോരുകയാണ്. പക്ഷേ അങ്ങനെ ഇറങ്ങിയ മൈക്കിളിനെ ഡൊമിനിക്കിന്റെ ആളുകൾ പിടികൂടിയിരുന്നു. മൈക്കിൾ ഡൊമിനിക്കിന് മുമ്പിൽ ഹാജരാക്കപ്പെട്ടു. തന്നെ ഫോളോ ചെയ്യുന്നതിന് മൈക്കിളിന്റെ വയറിൽ ശക്തമായൊരു പഞ്ച് ഡൊമിനിക് കൊടുക്കുന്നുമുണ്ട്. മൈക്കിൾ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ പോയി ഡൊമിനിക് താമസിക്കുന്ന അഡ്രസ്സും മറ്റ് വിവരങ്ങളും എല്ലാം കൃത്യമായി എഴുതി കൊടുത്തു. ആക്ഷൻ എടുക്കാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അപ്പോഴും മറ്റ് തെളിവുകളൊന്നുമില്ലാതെ ആക്ഷൻ എടുക്കാൻ പറ്റില്ല എന്നായിരുന്നു പോലീസ് പറഞ്ഞത്. പക്ഷേ അങ്ങോട്ടേക്ക് വന്ന ഡെൻറയിലെ മൈക്കിൾ കൊടുത്ത വിവരങ്ങൾ നോക്കിക്കണ്ടിരുന്നു. 7 കൊല്ലങ്ങൾക്ക് മുമ്പ് മൈക്കിളിന്റെ പാരന്റ്സിന്റെ കേസ് അന്വേഷിച്ചത് ഡെൻറയിലെയാണ്. വിവരങ്ങൾ മനസ്സിലാക്കിയ ഡെൻറയിലെ മൈക്കിളിന്റെ പാരന്റ്സിന്റെ കേസ് റീഓപ്പൺ ചെയ്യാൻ തീരുമാനിച്ചു. തന്റെ പാരന്റ്സിന് വേണ്ടി റിവെഞ്ച് ചെയ്യണം എന്നുറച്ചിരുന്ന മൈക്കിൾ ആകട്ടെ ഒടുവിൽ ഒരു തീരുമാനത്തിലെത്തി. പണ്ട് റെജി അവനെ ട്രെയിൻ ചെയ്യാൻ ഓഫർ ചെയ്തിരുന്നതാണല്ലോ. ആ ഓഫർ അവൻ അംഗീകരിച്ചു. റെജിക്ക് കീഴിൽ അവൻ ട്രെയിൻ ചെയ്യാൻ ആരംഭിച്ചു. എങ്ങനെയും ഡൊമിനിക്കിനെതിരെ പ്രതികാരം ചെയ്യണം എന്നത് മാത്രമായിരുന്നു മൈക്കിളിന്റെ ഉള്ളിലുണ്ടായിരുന്നത്. റെജിക്ക് കീഴിലുള്ള പരിശീലനത്തിലൂടെ മൈക്കിൾ അത്രമേൽ മികച്ച ഒരു ഫൈറ്ററായി, സ്കിൽഫുൾ പേഴ്സണായി മാറി. അടുത്ത ദിവസം MMA ഫൈറ്റ് നടക്കുന്നിടത്തേക്ക് മൈക്കിൾ രഹസ്യമായി പോയിരുന്നു. അത് ശ്രദ്ധിച്ചിരുന്ന റെജി അവനെ ഫോളോ ചെയ്ത് അവിടെ എത്തി. ഇതേ സമയം ഡിറ്റക്റ്റീവ് റെയ്ലിയും തന്റെ അന്വേഷണ ഭാഗമായി അവിടെ ഉണ്ടായിരുന്നു. അന്നത്തെ മത്സരത്തിലും ഡൊമിനിക് ഗ്രേ ആയിരുന്നു വിജയിച്ചത്. അതോടെ പ്രൊമോട്ടർ ലൂ വേദിയിലേക്ക് കയറി വന്ന് അനൗൺസ്മെന്റ് ആരംഭിച്ചു. ഏത് ഫൈറ്റേഴ്സിനും ഡൊമിനിക്കിനെതിരെ വെല്ലുവിളിച്ച് ഫൈറ്റ് ചെയ്യാം. വിജയിക്കുന്നവർക്ക് $50,000 പ്രതിഫലം ലഭിക്കും. പക്ഷേ ഡൊമിനിക്കിനൊപ്പമുള്ള ഫൈറ്റിലേക്ക് ഒറ്റയടിക്കെത്താൻ പറ്റില്ല. അതിന് മുമ്പുള്ള കുറേയധികം ഫൈറ്റേഴ്സിനെ പരാജയപ്പെടുത്തണം. ശരിക്കും ഒരു ടൂർണമെന്റ് മോഡ് പോലെ. അത് കേട്ടതും ആ അവസരം ഉപയോഗിക്കാൻ മൈക്കിൾ തീരുമാനിച്ചിരുന്നു. മൈക്കിൾ ലൂവിനടുത്തെത്തി ടൂർണമെന്റിൽ രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ ലൂ അപ്പോഴും സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. മൈക്കിൾ തനിക്ക് ജോയിൻ ചെയ്യണം എന്ന് കട്ടയ്ക്ക് പറഞ്ഞു നിന്നു. തന്റെ കഴിവ് തെളിയിക്കാൻ അവിടുണ്ടായിരുന്ന ലൂവിന്റെ ബോഡി ഗാർഡിനെ വരെ അടിച്ച താഴെയിട്ട് കാണിച്ചു കൊടുത്തു. മൈക്കിളിന്റെ ഫൈറ്റിംഗ് സ്കില്ലും മറ്റും ലൂ നോക്കിക്കണ്ടിരുന്നു. ലൂ മൈക്കിളിനോട് പറഞ്ഞു, മൈക്കിൾ ആദ്യമേ ഏതെങ്കിലും സ്ട്രീറ്റ് ഫൈറ്റിൽ പങ്കെടുത്ത് വിജയിച്ച് ടൂർണമെന്റിന് ക്വാളിഫൈ ചെയ്യണം. അടുത്ത ദിവസം ജെന്നിനെ കണ്ടപ്പോ മൈക്കിൾ കാര്യങ്ങൾ അവളോട് പറഞ്ഞു. താൻ MMA ഫൈറ്റിംഗിന് ഇറങ്ങുകയാണെന്നും ഈ വിവരം തൽക്കാലത്തേക്ക് അങ്കിളിനോട് പറയരുത്, റെജി അറിയരുത് എന്നവൻ എടുത്തു പറഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം ക്വാളിഫയിങ് റൗണ്ടിലേക്ക് സ്ട്രീറ്റ് ഫൈറ്റിംഗിന് വേണ്ടി മൈക്കിൾ എത്തിച്ചേരുകയാണ്. ഒരു ഫൈറ്ററിന്റെ ലുക്കോ ഭാവമോ ഒന്നുമില്ലാത്ത മൈക്കിള് അങ്ങോട്ടേക്ക് കടന്നു വന്നപ്പോ ഏവരും അവനെ കൊച്ചാക്കിയും മറ്റും പറഞ്ഞെങ്കിലും ഫൈറ്റ് നടന്നപ്പോ മൈക്കിൾ തന്റെ കഴിവുകൾ വലിയ തോതിൽ പ്രദർശിപ്പിച്ചു.
ആ ഫൈറ്റിൽ അവൻ വിജയിക്കുകയും ചെയ്തു. ഏവരെയും അതിശയിപ്പിക്കുന്ന പ്രകടനമായിരുന്നു അവന്റേത്. അടുത്ത ദിവസം MMA ഫൈറ്റിൽ അവൻ പങ്കെടുക്കാൻ പോകുന്ന കാര്യം മനസ്സിലാക്കിയിരുന്ന റിജി മൈക്കിളിനെ എതിരിട്ടു. തന്റെ തീരുമാനത്തിൽ നിന്ന് മൈക്കിൾ പിന്നോട്ടില്ലായിരുന്നു. ദേഷ്യം വന്ന റിജി ഡോജോയിൽ നിന്ന് അവനെ പുറത്താക്കുകയാണ്. പണത്തിന് വേണ്ടി മാത്രമാണ് മൈക്കിൾ അങ്ങനെ ഫൈറ്റിങ്ങിന് ഇറങ്ങുന്നത് എന്നായിരുന്നു റിജി ചിന്തിച്ചത്. റിജിയെ സംബന്ധിച്ചിടത്തോളം അത് അയാളുടെ തത്വങ്ങൾക്കെതിരായിരുന്നു. മൈക്കിൾ പിന്നാലെ ഡോജോ വിട്ടിറങ്ങി തനിയെ പ്രാക്ടീസ് ചെയ്യാൻ ആരംഭിച്ചു. മൈക്കിൾ ഒരു ദിവസം പ്രാക്ടീസിലായിരിക്കെ മുത്തച്ഛൻ മൈക്കിളിനടുത്തെത്തി. ഡിറ്റക്റ്റീവ് റെയ്ലി മൈക്കിളിന്റെ പാരന്റ്സിന്റെ കേസ് റീഓപ്പൺ ചെയ്യുന്നതായും അന്വേഷിക്കുന്നതായും അവനെ അറിയിച്ചു. അത് മൈക്കിളിന് ആശ്വാസവും എക്സൈറ്റ്മെന്റും കൊടുക്കുന്നുമുണ്ട്. ഇതേസമയം ജെന്നാകട്ടെ മൈക്കിളിന്റെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്ത് പൂർണ്ണ വിവരങ്ങൾ മനസ്സിലാക്കി. മൈക്കിൾ എന്തുകൊണ്ടാണ് MMA ഫൈറ്റിൽ പങ്കെടുക്കുന്നത് എന്നും മനസ്സിലാക്കിയവൾ റിജിയുടെ അടുത്തെത്തി കാര്യങ്ങൾ റിജിയോട് വിശദമായി പറഞ്ഞു. ഒക്കെ മനസ്സിലായ റിജി വീണ്ടും മൈക്കിളിനെ ട്രെയിൻ ചെയ്യാൻ തീരുമാനിച്ചു. ജെൻ മൈക്കിളിനെ കണ്ടു. അങ്കിൾ മൈക്കിളിനെ കണ്ട് സംസാരിക്കാൻ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന വിവരം അറിയിച്ചു. മൈക്കിൾ റിജിക്കടുത്തേക്ക് എത്തിച്ചേരുകയാണ്. മൈക്കിളിന്റെ അച്ഛനുമായുള്ള തന്റെ സൗഹൃദത്തെപ്പറ്റി ഒരുപാട് വാചാലനായ റിജി എന്ന് മൈക്കിളിന് പ്രതികാരത്തിന് വേണ്ടി സഹായിക്കാൻ താൻ തയ്യാറാണെന്നും ട്രെയിനിങ്ങിന് താൻ കൂടെയുണ്ടാകും എന്നും അവനെ അറിയിച്ചു. പക്ഷേ പ്രതികാരമെന്ന് പറയുന്നത് ഡൊമിനിക്കിനെ വകവരുത്തുന്നതല്ലെന്നും അവനെ ഒന്നുമല്ലാതാക്കി ജീവിക്കാൻ വിടുന്നതാണ് ഏറ്റവും മികച്ച പ്രതികാരം എന്നും റിജി കൂട്ടിച്ചേർത്തു. പിന്നാലെ തന്റെ സുഹൃത്തുക്കളായ ആൻഡേഴ്സിനെയും ലോട്ടോയെയും മൈക്കിളിനെ ട്രെയിൻ ചെയ്യാനുള്ള സഹായത്തിനായി റിജി വിളിച്ചു വരുത്തി. മൈക്കിളിന് MMA ഫൈറ്റിംഗിൽ ആവശ്യമായ എല്ലാ സ്കില്ലുകളും അവർ മൈക്കിളിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചു. കേജ് ഫൈറ്റിംഗിലും മറ്റും അവർ എക്സ്പേർട്ടുകളായിരുന്നു. ദിവസങ്ങൾ കഴിയുന്തോറും മൈക്കിൾ കൂടുതൽ കഠിനമായി പരിശീലിച്ചു. ഓരോ ഘട്ടത്തിലും അവന്റെ മികവുകൾ കൂടിക്കൂടി വന്നു. ഈ ട്രെയിനിങ് കാലയളവിൽ മൈക്കിളും ജെന്നും വളരെയധികം അടുപ്പത്തിലായി. അവർ അത്രമേൽ ഒന്നായി മാറി. ഒരു രാത്രിയിൽ മൈക്കിളും ജെന്നും ഒന്നിച്ചായിരുന്നപ്പോ ജെൻ ഒരു കാര്യം പറഞ്ഞു. റിജി അങ്കിളിന്റെ ഡോജോ കടക്കിണയിലാണ്. ബാങ്ക് വൈകാതെ അവിടം ജപ്തി ചെയ്യും. അവിടെ പഠിക്കാൻ ഒരുപാട് കുട്ടികളില്ല. നിനക്ക് നന്നായിട്ട് അറിയാമല്ലോ. മൈക്കിൾ അത് ശ്രദ്ധയോടെ കേട്ടിരുന്നു. അങ്ങനെ ഫൈറ്റിംഗ് ടൂർണമെന്റിന്റെ ദിവസം എത്തി. ആദ്യഘട്ടത്തിൽ മൈക്കിളിനെ ചെറിയ ഫൈറ്റേഴ്സുമായി ഫൈറ്റ് ചെയ്യണമായിരുന്നു. പക്ഷേ തനിക്കെതിരെ വന്ന ഓരോ എതിരാളിയെയും മികച്ച രീതിയിൽ മൈക്കിൾ എതിരിട്ടു. കരാട്ടയും മറ്റ് ടെക്നിക്കുകളും ചേർത്തുള്ള ആ ഫൈറ്റ് മൈക്കിളിന്റെ മികവ് എടുത്തു കാണിച്ചിരുന്നു. തന്റെ എതിരിലുള്ള ഓരോ ഫൈറ്ററിനെയും പരാജയപ്പെടുത്തി ഒടുവിൽ ഫൈനൽ ടൂർണമെന്റിലേക്ക് മൈക്കിൾ എത്തിച്ചേരുകയാണ്. അവൻ ആഗ്രഹിച്ച പോലെ സാക്ഷാൽ ഡൊമിനിക് ഗ്രേക്കെതിരെയുള്ള ഫൈറ്റ്. പക്ഷേ അവസാന ഫൈറ്റ് നടക്കുന്നതിന് മുമ്പ് മൈക്കിളിനെതിരെ വന്ന ഡൊമിനിക് മൈക്കിളിന്റെ ഫൈറ്റിംഗ് സ്പിരിറ്റിനെ താഴ്ത്തുവാൻ മൈക്രോഫോണിനകത്തുകൂടെ അവനെ താൻ പരാജയപ്പെടുത്തും എന്ന് പരസ്യമായി പറഞ്ഞു. പക്ഷേ അവനും വിട്ടുകൊടുത്തില്ല. ഡൊമിനിക്കാണ് 7 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള തന്റെ പാരന്റ്സിന്റെ കൊലപാതകത്തിന് പിന്നിലെന്ന് തനിക്കറിയാമെന്നും അതിന് പ്രതികാരം ചോദിക്കാതെ താൻ പോവില്ല എന്നും അവൻ പറഞ്ഞു. ഡൊമിനിക് ഞെട്ടലോടെയായിരുന്നു അത് കേട്ടത്. മൈക്കിളിന് അവന്റെ പാരന്റ്സിന്റെ കൊലപാതകി എന്ന നിലയിൽ തന്നെ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. അവൻ സാക്ഷിയാണ് എന്ന് മനസ്സിലായതും മൈക്കിളിനെ വകവരുത്തണം എന്ന് ഡൊമിനിക് തീരുമാനിച്ചു. തന്റെ മാനേജറുമായി പ്ലാൻ അയാൾ ഡിസ്കസ് ചെയ്തു. ഫൈറ്റിനിടയിൽ അപകടത്തിൽ എന്ന പോലെ മൈക്കിളിനെ വകവരുത്തലായിരുന്നു ഡൊമിനിക്കിന്റെ ലക്ഷ്യം. അങ്ങനെ ഫൈറ്റിന്റെ ദിവസം എത്തി. ആദ്യഘട്ടത്തിൽ ഡൊമിനിക്കിനെതിരെ മികച്ച രീതിയിൽ പിടിച്ചു നിൽക്കാൻ മൈക്കിളിന് പറ്റുന്നുണ്ടായിരുന്നു. മൈക്കിളിന്റെ പാരന്റ്സിനെ പറഞ്ഞ് അപമാനിക്കുകയും മറ്റും ചെയ്ത് മൈക്കിളിന്റെ സംയമനം ഇല്ലാതാക്കാൻ ഡൊമിനിക്ക് ശ്രമിച്ചെങ്കിലും മൈക്കിൾ അതിലൊന്നും വീണില്ല. വളരെ കൃത്യമായി ടെക്നിക്കുകൾ ഉപയോഗിച്ച് മാത്രം ഫൈറ്റ് ചെയ്തു. രണ്ടാം റൗണ്ടിൽ മൈക്കിളിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഡൊമിനിക്കിന്റെ കാലിന് പരിക്ക് പറ്റി. മൈക്കിൾ അത് മുതലെടുത്തു. ഡൊമിനിക്കിന്റെ കാൽ തന്നെ ലക്ഷ്യമാക്കി ആക്രമിക്കാൻ അവൻ ആരംഭിച്ചു. പക്ഷേ മൂന്നാം റൗണ്ട് ആയപ്പോഴേക്കും ഡൊമിനിക്കിന്റെ മാനേജർക്ക് പന്തികേട് തോന്നിയിരുന്നു. കേജിനകത്തു നിന്നും റഫറി അയാൾ വലിച്ച് താഴേക്കിട്ടു. ഫൗൾ അടക്കം പ്രവർത്തിച്ചു. മൈക്കിളും ഡൊമിനിക്കുമുള്ള ഗേറ്റ് അയാൾ പുറത്തൊന്നും അടച്ചു. പക്ഷേ റിജി അവിടെ ഉണ്ടല്ലോ. റിജി മാനേജർക്ക് മുമ്പിലേക്ക് കടന്നു ചെന്നു. അയാളെ ഒറ്റ പഞ്ചിന് നോക്കൌട്ട് ചെയ്ത് വീഴ്ത്തി. മൈക്കിളിന്റെയും ഡൊമിനിക്കിന്റെയും ഫൈറ്റ് കനത്തു. തന്റെ കരാട്ടെ ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഒടുവിൽ ഡൊമിനിക്കിനെ മൈക്കിൾ അടിച്ച് താഴെ വീഴ്ത്തുകയാണ്. തുടർച്ചയായി മൈക്കിൾ അവനെ പഞ്ച് ചെയ്തുകൊണ്ടിരുന്നു. ഇടിച്ചിടിച്ച് ഡൊമിനിക്കിനെ കൊല്ലണം എന്നുവരെ മൈക്കിളിന് ഉണ്ടായിരുന്നെങ്കിലും മുമ്പ് റജി പറഞ്ഞ വാക്കുകൾ അവൻ ഓർത്തു. അതോടെ ഡൊമിനിക്കിനെ ജീവനോടെ വിടാൻ മൈക്കിൾ തീരുമാനിച്ചു. മൈക്കിൾ വിജയിയായി. $50,000 സമ്മാനത്തുക നേടി. കിട്ടിയ സമ്മാനത്തുക അങ്ങനെ തന്നെ മൈക്കിൾ റജിക്ക് കൊണ്ടുകൊടുത്തു. ഡോജോയുടെ ബാധ്യതകൾ തീർക്കാനും അവിടം വരെ എത്താൻ തന്നെ സഹായിച്ചതിനുമുള്ള നന്ദിയായിട്ടുമായിരുന്നു
തന്നെയായിരുന്നു അത്. പരാജയപ്പെട്ട ഡൊമിനിക്കിനെ അവിടുണ്ടായിരുന്ന കാണികളടക്കം എല്ലാവരും കൊച്ചാക്കി കളിയാക്കാനും മറ്റും ആരംഭിച്ചു. ഡൊമിനിക് അപമാനിതനായി പോകുന്നുണ്ടായിരുന്നു. ഫൈറ്റിൽ മൈക്കിൾ ഡൊമിനിക്കിന്റെ കാലൊടിച്ചതുകൊണ്ട് ഡൊമിനിക്കിന് നേരെ നടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. കുറച്ച് നാളുകൾ കഴിഞ്ഞ് റെജിയുടെ കരാട്ടെ ഡോജോ വലിയ തോതിൽ പച്ചപിടിച്ചിരുന്നു. ഒരുപാട് സ്റ്റുഡൻസ് അവിടെ പഠിക്കാൻ വന്നു. ഈ സമയം മോറിസ് ന്യൂസ് പേപ്പറിൽ ഒരു ആർട്ടിക്കിൾ വായിച്ചു. ഡിറ്റക്റ്റീവ് റെയ്ലി അന്വേഷിച്ച കേസ് തെളിയിച്ചിരുന്നു. മൈക്കിളിന്റെ അച്ഛനെയും അമ്മയെയും കൊന്നത് താനാണ് എന്ന് ഡൊമിനിക് സമ്മതിച്ചു. പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു. മുത്തശ്ശനും മൈക്കിളും ഒന്നിച്ച് പിന്നീട് അച്ഛന്റെയും അമ്മയുടെയും കുഴിമാടം സന്ദർശിച്ചു. തനിക്ക് ട്രെയിനിങ്ങിലൂടെ കിട്ടിയ ബ്ലാക്ക് ബെൽറ്റ് അവൻ അച്ഛന്റെയും കുഴിമാടത്തിന് മുകളിൽ വെച്ചു. വല്ലാത്തൊരു സമാധാനം അവന് തോന്നുന്നുണ്ടായിരുന്നു. മുത്തശ്ശൻ പറഞ്ഞു, നിന്റെ പാരന്റ്സ് നിന്നെയോർത്ത് അഭിമാനിക്കുന്നുണ്ടാകും. അവിടെ നിന്നും അവർ തിരികെ നടക്കുന്ന ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. രസകരമായ ചലച്ചിത്രം നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.